ഹായ് ഹലോ ലേൺ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. നിങ്ങൾ സ്നേഹിക്കുന്ന പെൺകുട്ടി നിങ്ങളെ ഒരിക്കലും ഇട്ടിട്ട് പോകില്ല എന്നതിൻ്റെ കുറച്ച് സയൻസ് ഒക്കെ ഉണ്ട്. പ്രണയിക്കുമ്പോൾ ആൺകുട്ടികൾക്ക് പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഇത്. പെൺകുട്ടികളല്ലേ, കണ്ണടച്ചൊക്കെ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ? എന്നാൽ വിശ്വസിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ എന്നും ഉണ്ടാകും എന്നുള്ള പെൺകുട്ടികളുടെ കുറച്ച് സയൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ സയൻസ് ഒക്കെ എന്താണെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഒന്നാമത്തെ സൈൻ എന്താണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, ഹാർഡ് സിറ്റുവേഷനാണ്. അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് പല സിറ്റുവേഷൻസ് ഒക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലേ. എന്നാൽ ഈ സിറ്റുവേഷനിലൊക്കെ ഏതെങ്കിലും ഒരു പെൺകുട്ടി നിങ്ങളുടെ കൂടെ കട്ട സപ്പോർട്ടായിട്ട് നിൽപ്പുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു പെൺകുട്ടി നിങ്ങളെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നത് എന്നതാണ്. അതായത് നിങ്ങളുടെ ലൈഫിൽ എന്ത് പ്രശ്നമുണ്ടായാലും ആ ഒരു പ്രശ്നം അവളുടേത് കൂടിയായിട്ടായിരിക്കും ആ ഒരു പെൺകുട്ടി കാണുക. അവളുടെ ഉള്ളിൽ വിഷമമൊക്കെ ഉണ്ടായിരിക്കും, എന്നിരുന്നാലും അവൾ മാക്സിമം നിങ്ങളെ ഹാപ്പിയാക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പെൺകുട്ടി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ പറയുകയോ അല്ലെങ്കിൽ നിങ്ങളെ ചിരിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അവൾക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഫോഴ്സ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റീസിലേക്കൊക്കെ നിങ്ങൾ തള്ളിവിടുന്നു തുടങ്ങി ഫുള്ളൊരു സപ്പോർട്ടായിട്ട് ആ ഒരു പെൺകുട്ടി എപ്പോഴും നിങ്ങളുടെ കൂടെ നിൽപ്പുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു പെൺകുട്ടിയുടെ സ്നേഹം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കൊള്ളുന്നതാണ്. പിന്നെ ചില കുട്ടികളുണ്ട്, ഇങ്ങനെ എന്തെങ്കിലും ഒരു ലൈഫിൽ ഒരു ചെറിയ സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ബ്രേക്കപ്പ് പറഞ്ഞു പോകും. ഇങ്ങനെ അല്ലെങ്കിൽ പിണങ്ങിയിരിക്കും, നീയായി നിന്റെ പാടായി, ഇതൊന്നും നീ എന്നോട് ചോദിച്ചിട്ട് ചെയ്തതല്ലല്ലോ, എനിക്കിതൊന്നും അറിയേണ്ട ആവശ്യമേ ഇല്ല. ഇങ്ങനെയൊക്കെ പറയുന്ന പെൺകുട്ടികളുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സൂക്ഷിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ സൈന്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. രണ്ടാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, ഓപ്പൺ ഷെയറിംഗ് ആണ്. അതായത് ഏതെങ്കിലും ഒരു പെൺകുട്ടി അവളുടെ ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളോട് മാത്രമായിട്ട് ഓപ്പണായിട്ട് പറയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു പെൺകുട്ടീനെ നിങ്ങൾക്ക് വിശ്വസിക്കാവുന്നതാണ്. അതേപോലെ തന്നെ അവളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം, അതിന് വേണ്ടിയിട്ട് ആദ്യമേ വന്ന് ചോദിക്കുന്നത് നിങ്ങളോടായിരിക്കും. അതായത് നിങ്ങളുടെ ഒപ്പീനിയൻ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായത്തിനൊക്കെ വില നൽകുന്ന ഒരു പെൺകുട്ടിയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത് എങ്കിൽ ആ ഒരു പെൺകുട്ടീനെ നിങ്ങൾക്ക് വിശ്വസിക്കാവുന്നതാണ്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. മൂന്നാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, മേക്കിംഗ് പ്ലാൻസ് ആണ്. അതായത് ഏതെങ്കിലും ഒരു പെൺകുട്ടി നിങ്ങളുമായിട്ട് ചേർന്നിട്ട് ലൈഫിലെ പ്ലാൻസും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പറയുക അല്ലെങ്കിൽ നിങ്ങളോട് ഷെയർ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളെ ഇഷ്ടമാണ് അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടിയെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കൊള്ളുന്നതാണ്. അതായത് ഇപ്പോൾ വെഡ്ഡിങ് ആണെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു പ്ലേസിൽ പോയി കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ നമുക്ക് വെഡ്ഡിങ് ഒക്കെ കഴിഞ്ഞിട്ട് ആ ഒരു പ്ലേസിൽ പോകണം, ഈ ഒരു പ്ലേസിൽ പോകണം, നമുക്കൊരു കാറ് വാങ്ങിക്കണം തുടങ്ങി ലൈഫിലെ എല്ലാ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു പെൺകുട്ടി നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ ആ ഒരു പെൺകുട്ടിയെ നിങ്ങൾക്ക് കണ്ണടച്ച് വിശ്വസിക്കാവുന്നതാണ്. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കാര്യം. ഇനി നാലാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്കും കൂടി ചെയ്യണേ. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതാണ്, അതായത് സർപ്രൈസസ് ഒക്കെയാണ്. നമുക്കറിയാം പൊതുവെ ബോയ്സ് ആണല്ലേ ഗേൾസിന് ഇങ്ങനെ സർപ്രൈസും ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. എന്നാൽ ഏതെങ്കിലും ഒരു പെൺകുട്ടി നിങ്ങൾക്കിങ്ങനെ ബർത്ത്ഡേ അല്ലെങ്കിൽ സ്പെഷ്യലായിട്ടുള്ള ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഗിഫ്റ്റ് തരികയാണെങ്കിൽ, അതായത് നിങ്ങളുടെ ഡേറ്റും കാര്യങ്ങളെല്ലാം ഓർത്തിരിക്കുന്നുണ്ട്, ആ ഒരു പെൺകുട്ടി കറക്റ്റായിട്ട് ഗിഫ്റ്റും കാര്യങ്ങളും സർപ്രൈസസ് ഒക്കെ തന്ന് നിങ്ങളെ ഞെട്ടിക്കുകയാണ്, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു പെൺകുട്ടിയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത് എങ്കിൽ ആ ഒരു പെൺകുട്ടീനെ നിങ്ങൾക്ക് കണ്ണടച്ചിട്ട് വിശ്വസിക്കാവുന്നതാണ്. ഇതാണ് നമ്മുടെ നാലാമത്തെ കാര്യം. ഇനി അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. അഞ്ചാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, ബിഗ്ഗസ്റ്റ് സപ്പോർട്ടറാണ്. അതായത് നിങ്ങളുടെ ലൈഫിൽ ഓൾറെഡി ഞാൻ പറഞ്ഞു, നമ്മളെല്ലാവരുടെ ലൈഫിൽ നമുക്ക് ഒരുപാട് സിറ്റുവേഷൻസ് ഒക്കെ ഫേസ് ചെയ്യണം അല്ലേ. എന്നാൽ ഏതെങ്കിലും ഒരു പെൺകുട്ടി നിങ്ങളുടെ കൂടെ നിന്നിട്ട് അതായത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ആ ഒരു പെൺകുട്ടി കൂടെ നിൽക്കുകയും നിങ്ങളെ മുമ്പോട്ട് പോകാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അതായത്
നിങ്ങളുടെയൊക്കെ ചില തീരുമാനങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളെടുക്കുന്ന ഡിസിഷൻ ഇതൊന്നും നിങ്ങളുടെ കൂടെയുള്ള ബാക്കി നിങ്ങളുടെ പേരൻസോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ ഒന്നും സപ്പോർട്ട് ചെയ്യില്ലായിരിക്കും. പക്ഷേ ഈ ഒരു പെൺകുട്ടി നിങ്ങൾക്ക് എല്ലാത്തിനും കട്ട സപ്പോർട്ടാണ്. ഈ ഒരു പെൺകുട്ടിയാണ് എല്ലാത്തിനും സപ്പോർട്ടായിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു കുട്ടിയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത് എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പെൺകുട്ടീനെ കണ്ണടച്ച് വിശ്വസിക്കാവുന്നതാണ്. അവൾ ഒരിക്കലും നിങ്ങൾ ഇട്ടിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ തേച്ചിട്ടോ ഒന്നും പോകത്തില്ല. ഇതാണ് നമ്മുടെ 5ാമത്തെ കാര്യം. ഇനി 6ാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. 6ാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, ഫോൺ ഹാൻഡ്ലിംഗ് ആണ്. അതായത് ചില പെൺകുട്ടികളുണ്ട്, അവർക്ക് എല്ലാത്തിനും പാസ്വേഡ് ആയിരിക്കും. അതായത് വാട്സപ്പിന്, ഇൻസ്റ്റയ്ക്ക്, ഫേസ്ബുക്കിന് തുടങ്ങി എല്ലാത്തിനും ഓരോ ഡിഫറെൻറ്റ് പാസ്വേഡ് ആയിരിക്കും. നിങ്ങൾ അവരുടെ ഫോൺ ഇങ്ങനെ നോക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ ഫോൺ അറ്റൻഡ് ചെയ്യുകയോ, അതായത് നിങ്ങളുടെ അടുത്തിരിക്കുകയാണ് ആ ഒരു പെൺകുട്ടി, ആ ഒരു സമയം അവൾക്ക് കോൾ വരികയാണ്, നിങ്ങളപ്പോൾ അവളുടെ ഫോൺ എടുത്ത് നോക്കുക അല്ലെങ്കിൽ ഇതാരാണ് എന്താണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതൊന്നും ആ ഒരു പെൺകുട്ടിക്ക് ഇഷ്ടമായിരിക്കില്ല. ഇങ്ങനെ ഇഷ്ടക്കേട് കാണിക്കുന്ന ഒരു പെൺകുട്ടിയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത് എങ്കിൽ എല്ലാവരും ഒന്ന് സൂക്ഷിക്കുന്നത് ഒരുപാട് നല്ലതായിരിക്കും. മറിച്ച് ആ ഒരു പെൺകുട്ടിയുടെ ഫോണിൽ ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നിരുന്നാലും നിങ്ങൾ അടുത്തുള്ളപ്പോൾ അവൾ അവളുടെ ഫോൺ നോക്കുന്നു, ഓരോരുത്തരൊക്കെ ആയിട്ട് ചാറ്റ് ചെയ്ത് അല്ലെങ്കിൽ മെസ്സേജ് അയച്ചത് ഇതൊക്കെ നിങ്ങളെ കാണിച്ചു തരുന്നു, എന്നിട്ട് തമാശകളൊക്കെ പറഞ്ഞ് ചിരിക്കുന്നു തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് നിങ്ങളോട് ആ ഒരു പെൺകുട്ടി ഷെയർ ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പെൺകുട്ടീനെ കണ്ണടച്ചിട്ട് വിശ്വസിക്കാവുന്നതാണ്. കാരണം അവൾ ഒരിക്കലും നിങ്ങളെ ഇട്ടിട്ടോ അല്ലെങ്കിൽ തേച്ചിട്ടോ ഒന്നും പോകത്തില്ല. ഇതാണ് നമ്മുടെ 6ാമത്തെ കാര്യം. അപ്പോൾ ഇന്നീ പറഞ്ഞ 6 കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയെന്ന് തന്നെ വിചാരിക്കുന്നു. ഞാൻ വീണ്ടും പറയുകയാണ്, ആദ്യമായിട്ടാണ് ഒരു ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത ദിവസം ഇതിലും നല്ലൊരു കിടിലൻ ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.